അങ്ങനെ ഒരിക്കൽ കൂടി ബംഗളൂരുവിനു മുന്നിൽ തകർന്നടിഞ്ഞ ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകന്റെ കീഴിലെങ്കിലും ഒരു ട്രോഫി സാധ്യത പ്രതീക്ഷിച്ചെങ്കിലും അതും അവസാനിക്കുകയാണ്. വീണ്ടും ഒരു ഡ്യൂറൻ കപ്പ് കൂടെ അവസാനിക്കുമ്പോൾ 20 ദിവസങ്ങൾ മാത്രം ബാക്കി വരുന്ന ISL ആണ് മുന്നിലുള്ളത്. ഈ ഒരു സ്ക്വാഡ് കൊണ്ട് ISLന് പോയാൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഹ്യൂമിലിയേഷൻ ആയിരിക്കും പിന്നെ നടക്കുക. എന്തു പറയാൻ, നിഖിലിന് ബ്ലാസ്റ്റേഴ്സ് ഒരു ബിസിനസ് മാത്രമായി മാറി. പക്ഷേ 10 വർഷമായി ആരാധകർ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും ഇനി എത്ര കാലം? സോ ഈ സീസണോടെ ഈ മാനേജ്മെന്റുള്ള ബ്ലാസ്റ്റേഴ്സിന് പിന്തുണയുടെ കാര്യത്തിലും തീരുമാനമാകും. എന്നാലേ അവർ പഠിക്കുകയുള്ളൂ. ഡ്യൂറൻ കപ്പിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ ഇനി ISL തുടങ്ങുന്നതുവരെ എന്തായിരിക്കുമെന്നുള്ള കാര്യത്തിനും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ കൊൽക്കത്തയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ തുടരുക. അവിടെ കൊൽക്കത്തൻ ക്ലബ്ബുകൾക്കെതിരെ മത്സരങ്ങൾ കളിച്ചേക്കും. തുടർന്ന് UAE ടൂറും പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിൽ റൈറ്റ് ബാക്ക്, റൈറ്റ് വിംഗ്, DMF, സ്ട്രൈക്കർ തുടങ്ങിയ റോളിൽ മികച്ച താരങ്ങളില്ലാതെ എന്ത് ചെയ്തിട്ടും കളിച്ചിട്ടും എന്ത് പ്രയോജനം? ഇന്നലത്തെ കളിയിൽ ഫ്രെഡിയും ദാനിഷും കാണിച്ച ക്ലൂലെസ് ഗെയിം പ്ലേ ബ്ലാസ്റ്റേഴ്സിനെ ISLൽ കൊണ്ടുപോയാൽ അടപടലം മൂഞ്ചിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ വിപിനാണ് ഏക DMF ഓപ്ഷൻ. പക്ഷേ വിപിന് പരിക്കായാൽ പിന്നെ എന്തു ചെയ്യും? അസ്ഹർ ഉണ്ടെങ്കിലും നല്ല ഫിസിക്കൽ ഗെയിം പ്ലേയിൽ പിടിച്ചു നിൽക്കാൻ അസ്ഹറിനെ കൊണ്ട് പറ്റില്ല. സോ 20 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനി സൈനിങ് ഉണ്ടാകുമോ എന്നതും സംശയമാണ്. നിലവിൽ സ്റ്റാർ ഔട്ട് എന്നുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഏത് കോച്ച് വന്നാലും മികച്ച താരങ്ങളെ നൽകാതെ കോച്ചിന് മാജിക് ഒന്നും കാണിക്കാനാകില്ല. അവസാനമായി ഇന്നലെ കണ്ട മത്സരത്തിൽ ഒരു അപ്രിസിയേഷൻ എന്ന് പറയാനുള്ളത് പ്രീതം മിലോസും ബംഗളൂരുവിന്റെ 11 പേരും തമ്മിലുള്ള മത്സരമായിരുന്നു ഇന്നലെ കണ്ടത്. 2 താരങ്ങളും മികച്ച കളിയായിരുന്നു കാഴ്ചവെച്ചത്. ഇതിനേക്കാൾ മികച്ചത് പ്രീതം ISLൽ കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒടുവിൽ BFC അഡ്മിൻ ബ്ലാസ്റ്റേഴ്സിനെ ഇന്നലെ മുതൽ ട്രോളാൻ തുടങ്ങിയതാണ്. ഇതുവരെ മൂപ്പര് നിർത്തിയിട്ടില്ല. എന്തു പറയാൻ, ഇതൊക്കെ നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. അതായത് നമ്മളുടെ ഗതികേട്. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.